ഗൈസ് ഞങ്ങൾ ഇതാ വീണ്ടും ഗെയിമായിട്ട് വന്നിട്ടുണ്ട് ഗഡികളെ. നമ്മുടെ ടെല്ലിങ് സീക്രട്ട് ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് വീണ്ടും പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. കമന്റില് വരുന്നുണ്ട് പാർട്ട് 2 ഇടാൻ പറഞ്ഞിട്ട് കമന്റ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വേറെ ചലഞ്ചായി വന്നിട്ടുണ്ട്, ഹാൻഡ് ഗാങ് ചലഞ്ച്. അപ്പൊ സെയിം ആണ്. അപ്പൊ ഞങ്ങൾ ആ വീഡിയോ ചലഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം ഗഡികളെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ. അപ്പൊ ഈ ചലഞ്ച് എന്ന് പറഞ്ഞാല് ഒരാളുടെ ചെവിട്ടില് മറ്റൊരാൾ ഒരു കാര്യം പറയും, എന്നിട്ട് ആ ബാക്കിൽ നിൽക്കുന്ന ആള് ഈ ആളുടെ വായ പൊത്തി പിടിക്കും. അപ്പൊ ഈ ബാക്കിൽ നിൽക്കുന്ന ആള് എന്നോട് പറഞ്ഞ കാര്യം ഞാനത് പറയും. ആ പറയുമ്പോൾ അത് മനസ്സിലാക്കി ഈ മുത്തുമണി അതെന്താണെന്നുള്ളത് പറയണം. ഇതാണ് ആ ചലഞ്ച്, ഞങ്ങൾക്കറിയാവുന്ന ചലഞ്ച്. അപ്പോ ഞങ്ങളെ ഗെയിം ആരംഭിക്കാട്ടോ. ഓക്കെ, പൊത്തിക്കൊള്ളു അല്ല സ്വകാര്യം പറയും. സ്വകാര്യം പറ എന്റെ ചുവട്ടിൽ ആദ്യം എന്തെങ്കിലും പറ. പൊത്തി പിടിച്ചാ ഞാൻ പാടട്ടെ. വേണം മേലാട്ട വേണം പഞ്ചാര പൈങ്കിളിക്ക്. അടുത്ത് നമ്മള് പപ്പയുടെ വായ പൊത്തുന്നതായിരിക്കും. പപ്പ പറയും, മരിയ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് പറയാടോ, കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാതെ വേണം. പറയേ പപ്പ പറയും. ഒരു പ്രാവശ്യം പറയും, 3 പ്രാവശ്യം. അപ്പൊ ഈ ഗെയിമിൽ മരിയ തോറ്റിരിക്കുന്നു. ആന വായിൽ അമ്പഴങ്ങ. അടുത്ത് നമ്മളെ ചുവട്ടിലെ ഒരു കാര്യം പപ്പ പറയും, മരിയ അത് പറയും, ഞാൻ അതെന്താന്ന് പറയും അത് കേട്ടോ. ഓക്കെ, ഇനി പപ്പ മരിയയുടെ ചുവട്ടില് പറ. പാവാട വേണം പഞ്ചാര പൈങ്കിളിക്ക് ഒരു വട്ടം കൂടിയൻ മതി. ഇനി വായ പൊത്തി പിടിക്കാനുള്ള ആള് വായ പൊത്തി പിടിക്കുള്ളൂ. പറയട്ടെ എന്നോട്, മെല്ലെ പൊത്തിട്ടോ അപ്പ കൊല്ലരുത്. ആന മൂത്ര വെച്ചെന്നാ കാട്ടിലുണ്ടൊരു ആന. മൂന്നായി തരാം. കാത്തു കിട്ടിയൊരാന അല്ല, കാട്ടിൽ പെട്ടാന. അത് തോറ്റിരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ പറയും, പപ്പ കണ്ടുപിടിക്ക മരിയയുടെ ചുവട്ടില്. ഞാൻ പപ്പോട് പറയാം, അമ്മ പായ പൊത്തിയാ മതി. ഓക്കെ.
നീ പൊത്തി പിടിക്കുക പടവായ കൈ. മര്യാദക്ക് പൊട്ടി പിടിക്കാനില്ല. ഞാൻ പൊട്ടില്ല. അപ്പൊ അതാരാ പറയാ? ഞാൻ പറയാം. കേട്ടിട്ട് ഞാൻ തന്നെ പറയണം. ഏ ഏ? ഒരു പട്ടി ഓടിപ്പോയി. മഞ്ഞ ബലൂണ്. ഏ മിനി കാത്തു നിക്കണ്ടെന്നാ. മിനി കാത്തു നിൽക്കുന്നുണ്ട്. പുലി കാട്ടിൽ ജനിച്ചു. ഓ കാടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവര് കാട്ടിൽ വസിക്കുന്ന ജീവികളാണ്. എല്ലാം കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ചലഞ്ച് ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് തോന്നുന്നു അല്ലേ? അതെ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇനി ഞങ്ങളോട് പറയാ ഇതുപോലെ ഏതെങ്കിലും ചലഞ്ച് ഇടണോ അല്ലെങ്കിൽ ഇടണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ഈ പരിപാടി നിർത്തി പൊക്കോ ഗൈസ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ പോകുന്നുണ്ട്. അന്തസ്സായിട്ട് ഞങ്ങൾ പോവും, ഇറങ്ങി പോവും. അപ്പൊ ഞങ്ങൾക്കത് വിഷമൊന്നുമില്ല, ചെറിയൊരു സങ്കടം അത്രയല്ല. ചെറിയൊരു സങ്കടം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ഇവൾക്ക് സുഖമായി. ലൈവും ഇല്ല, വീഡിയോ ഇല്ലെങ്കിൽ ഇവൾക്ക് സുഖമായി കിടന്നുറങ്ങാം. ഫുഡ് അടിക്കാ കിടന്നുറങ്ങാം. ഇനി എന്തെങ്കിലും ഫുഡ് ചലഞ്ച് ഉണ്ടെങ്കിൽ മരിയ ഡബിളോ ഒക്കെ നേരെ വെളുക്കണ വരെ ആയാലും ആ ചലഞ്ച് ചെയ്യാൻ മരിയ തയ്യാറാണ്. ഡബിളോ ഒക്കെയാണ്. അല്ലെങ്കിൽ തിന്നുകൊണ്ടിരിക്കാനും നേരം വെളുക്കോളം തിന്നുകൊണ്ടിരിക്കാനും ഇവള് തയ്യാറാണ്. അല്ലെങ്കിൽ 9 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങും. അങ്ങനത്തെ ആളാണ്. അപ്പോ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചലഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, സബ്ബാണ് ഈ ചാലഞ്ചിലും എല്ലാത്തിനും പ്രധാനപ്പെട്ടത്. ഓക്കെ. അപ്പൊ ഇനിയും ചലഞ്ച് വീഡിയോസ് ഇടണമെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ബൈ, സീ യു ഡ്രീംസ്. ബൈ.